നമ്മളിപ്പോൾ വൈൻഗാർഡനിലെ ഒരു മാർക്കറ്റിലാണ്. ഇവിടുത്തെ ലോക്കൽ കർഷകർ ഇങ്ങനെ മാർക്കറ്റിൽ വന്നിട്ട് അവർ നമ്മുടെ നാട്ടിലെ ചന്തയുണ്ടല്ലോ, അങ്ങനെ വെനസ്ഡേ സാറ്റർഡേ അങ്ങനെ ഇവർക്ക് ചന്തകളുണ്ട്. അങ്ങനെ മാർക്കറ്റിൽ വരുന്നു. ഇതെല്ലാം അവരിവിടെ അവരുടെ ലോക്കൽ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ചന്ത പോലെ ഇട്ടിട്ട് വിൽക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയ യൂറോപ്പ് വീഡിയോയിലോട്ട് സ്വാഗതം. ഈ കടയുടെ പേരെന്താ? ഷ്വാർട്സ് ഹമ്മ പോലത്തെ ഒരു കടയാണ്. ഇവിടെ നമ്മുടെ ഒരു പെങ്കൊച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഒന്ന് കണ്ടു കളയാന്ന് വെച്ച് വന്ന. അയ്യോ, ഓ ക്ലോസിംഗ് ടൈമാ? ഓ എല്ലാം ക്ലോസ് ചെയ്യാൻ പോവാ? അത് ശരി. ഇതാണ് ഫെമി. എനിക്കൊരു കപ്പച്ചീനോ. നിങ്ങൾ 6 മണിക്കാകുമ്പോൾ അടയ്ക്കും അല്ലേ? സ്വാർട്സ് എന്ന് പറഞ്ഞ കോഫി ആൻഡ് ബേക്കറി ഷോപ്പാണിത്. അത്യാവശ്യം ഈ സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല വിലയാണ്. അതായത് ഈ ഒരു ബണ്ണിനൊക്കെ €3, €2.5 ആ റേഞ്ചാണ്. ഇതാണ് നമ്മുടെ ചക്കൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാ, നാട്ടുകാരി ഫെമി. അങ്ങനെ നമ്മുടെ ഫെമി ഇത് നമ്മളോട് പറഞ്ഞു നൈസായിട്ട് എഴുന്നേറ്റ് വണ്ടി വിടടേ, ഇറങ്ങി പോടേ, എന്നിട്ട് അറിയാം ബിയർ വേണോ ചായ വേണോ കോഫി വേണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് ഇങ്ങനെ എഴുന്നേറ്റിരിക്കും പറയാം, അന്നൊന്ന് വഴി കാലിയാക്കി തരാമെന്ന്. ചിന്തിച്ച് ഓ അങ്ങനെ ഉണ്ടല്ലേ. ആരോഗ്യമുണ്ടപ്പം. ആ വീട്ടുകാരോടൊക്കെ അറിയോ ഇതുപോലെ കഷ്ടപ്പാട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയണം. അച്ഛാ ഞങ്ങൾ അമ്മ കണ്ടോ, എൻ്റെ വർക്ക് കണ്ടോ, ഞാൻ കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്ന കണ്ടോ ഇത്? ഒരു ഫേമസ് യൂട്യൂബർ ഉണ്ട്, ആ പാടെ 100 പേരേ ഉള്ളൂ സബ്സ്ക്രൈബർ, പക്ഷെ എന്നെ എടുത്തിട്ട് പോയായിരുന്നു എന്ന് പറയും. ഉണ്ട്, വാലുണ്ട്. എന്താ ഇപ്പം ഇവിടെ വന്നൊരു ചായ കുടിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയൊരു ഡ്രീം. അത് നടന്നു. ഇന്നത്തെ അജണ്ട ഏതായിരുന്നു? ഫെമിയുടെ കയ്യിൽ നിന്ന് ഒരു കോഫി മേടിച്ച് കുടിക്കുക. സാറ്റർഡേ സൺഡേ എന്തായാലും വരും. ഇവിടെ ഇപ്പം ആകപ്പാടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അയ്യോ കിരൺ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടല്ലോ ഭയങ്കര മാനസിക സമ്മർദ്ദമാണ്. ഓ കിടില വണ്ടിയാടാ. ഓതി A5 പോകുന്നത്. നമ്മുടെ നാട്ടിൽ ആ വണ്ടി വളരെ റെയറാണ്. ഈ വീടുകളൊക്കെ ഉണ്ട്, ടിപ്പിക്കൽ വീടുകളല്ലേ. മോസ്റ്റ്ലി ജർമ്മൻ വീടുകളൊക്കെ ഇതുപോലത്തെ വീടുകളാണ്. നല്ല രസമായിട്ട് ഒരേ ടൈപ്പിലാണ് പണിയുന്നതെല്ലാം. അപ്പോൾ വെളിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല രസമാണ് കാണാൻ. ഡിഫറെൻറ്റ് ലുക്ക് വരത്തില്ല. ഏതാണ്ട് ഒരേ പാറ്റേണിലുള്ള വീടുകളായിരിക്കും യൂറോപ്പിൽ മൊത്തം. ഇതിനകത്തൊക്കെ ആൾക്കാരെല്ലാം ഉണ്ട്, പക്ഷേ വെളിയിലോട്ടൊന്നും ആരും കാണത്തില്ല. ഇങ്ങനെ കുറേ ഫോറിനേഴ്സൊക്കെ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. കുറച്ച് ജർമ്മൻ ഫാമിലി അവിടെ പിള്ളേരുമൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്
ഒരു ഒരു വിൻ്റർ കഴിഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഇവർക്ക് ഭയങ്കര വെളിയിലൊക്കെ ഇറങ്ങി നിൽക്കാനും നടക്കാനും ഓടാനും ഒക്കെ ഉള്ള ഒരു പറ്റിയ അന്തരീക്ഷമാണ്. കാര്യം ഒരു 2-3 മാസം കഴിഞ്ഞാൽ പിന്നെയും ഇവിടെ വിൻ്റർ വരും, അപ്പോൾ പിന്നെ കഴിയും. ഞങ്ങളങ്ങനെ കുറേ നേരം ഈ ഗാർഡനിലൊക്കെ വന്ന് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു, കോഫിയൊക്കെ കുടിച്ച്. ഇന്നിപ്പോൾ നമുക്ക് പാർക്കിംഗ് സോണിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകണോ വേണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്, ഒന്ന് കറങ്ങാൻ. അതറിയില്ല ഇപ്പം എന്താണ് അടുത്ത പരിപാടിയെന്ന്. ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് നമ്മൾ കുറച്ച് ദൂരെ എവിടോട്ടെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരും. അല്ലെങ്കിൽ ഈ വൈൻ ഗാർഡൻ ടൗണിൽ കൂടെ തന്നെയുള്ള കറക്കമായിരിക്കും ഇന്നുള്ളത്. ഞങ്ങൾ വൈൻ ഗാർഡൻ സിറ്റിയുടെ കുറേ നേരം കറങ്ങി നടന്നതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോയി കുറച്ച് കുക്കിങ്ങൊക്കെ ആകാമെന്ന് വിചാരിച്ച് നമ്മൾ മൂവ് ചെയ്തു. അങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വഴി ചക്കുവിൻ്റെ കൂടെ കളിക്കുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ അവനെ വഴി കാണും. ജർമ്മനായിരുന്നു. അദ്ദേഹമായിട്ട് ചക്കു കുറച്ച് നേരം നിന്ന് സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇപ്പം അമ്മയും മോനോട് ഭയങ്കര വാശിക്ക് കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ നമുക്ക് പുതിയ പ്ലേസിലോട്ട് വേണം പോകാൻ. രാവിലെ തന്നെ നമ്മൾ മറിയൻ പ്ലാസ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ബാങ്കിൽ പോകണോ? ബാങ്കിൽ പോയിട്ട് പിന്നെ വേറെ എവിടെ പോകണം? മെട്രോയിലോ കോസ്കോ പോലൊരു കടയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടോ? മറിയൻ പ്ലാറ്റ്സ് അവിടെ താഴെ ഇടാലോ, അന്ന് ഇട്ടില്ലേ? ഓ അവിടെ ഇടാം. ഇവിടെ എവിടെയോ നമ്മളെങ്ങനെ നേരെയാണോ ഈ സിഗ്നലിൽ നിന്ന് പോകണോ? അതോ നമ്മൾ റാവൻസ്ബർഗ് ടൗണിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പറയില്ല, ഒന്നുമില്ല ഇവിടെ. വഴിയിലൊക്കെ കാലി, 2-3 വണ്ടികളോടും. ഒരു മക്ഡൊണാൾഡ്സ് കണ്ടില്ലേ? വേറൊരു കട ഞാൻ പോകണമെന്ന് പറഞ്ഞില്ലേ? കുറെ ഇന്ത്യൻ സാധനമൊക്കെ കിട്ടുന്ന. ഞാൻ പോകുന്നത് 45. ക്യാമറ കണ്ടോ നിൽക്കുന്നേ? 50 കഴിഞ്ഞാൽ ആടിയാ. അല്ല ഇവിടെ ഉണ്ടായിരുന്ന നേരെ തന്നെ അല്ലേ? ഓക്കെ, ഇവിടെ ഒക്കെ 30 കിലോമീറ്റർ ആണ് സ്പീഡും, ഇല്ല 50 കിലോമീറ്റർ. അതിന് മേളിൽ പോകാൻ അനുവദനീയമല്ല സിറ്റി ആ ഒരു സർക്കിളിൽ. നമ്മളിപ്പോൾ പോകുന്നത് മറിയം പ്ലാറ്റ്സ് എന്ന് പറഞ്ഞൊരു ഡൗൺ ടൗണിലോട്ടാണ്. ഞങ്ങൾ പണ്ടൊരിക്കൽ വന്നപ്പോൾ ഇവിടെ ഇതിൻ്റെ ബാക്കിലുള്ള ഒരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത് ടൗണിനകത്ത്. അവിടെ നമ്മൾ അന്ന് 10 ദിവസത്തിൽ കൂടുതൽ താമസിച്ചല്ലേ? 10 ദിവസം താമസിച്ചിരുന്നു. അതായത് ചക്കു താമസിക്കുന്ന അന്നേരം ഇവിടെ അടുത്ത ഇവിടെ വേറൊരു വീട്ടിലായിരുന്നു, വലിയ ദൂരമില്ലായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഇവിടെ റൂം എടുത്തത്. പക്ഷെ ഇപ്പോൾ നമ്മൾ സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, വേറൊരു സ്ഥലത്താണ്, വൈൻ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. റാവൻസ്ബർഗിൽ നിന്ന് വേറൊരു സിറ്റിയിലാണ്. ഇവിടെ ഒരു സിനിമാ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട്. എങ്ങോട്ടാ? ഇങ്ങനെ തന്നെ അല്ലേ? ഓക്കെ, ഏറ്റവും അറ്റത്ത്. ഇതൊരു സിനിമാ തിയേറ്റർ അല്ലേ? സൈക്കിളിൽ നിന്ന് മാറിയാ നിൽക്കുന്നത്. ഡോണ്ട് വറി. അവിടെ ഒരു പള്ളി എന്തോ ഉണ്ട്, എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വലിയ ക്രൗഡൊന്നും ഇല്ലല്ലേടാ ഇവിടെ? ഉണ്ടോ? ഭയങ്കര ക്രൗഡുണ്ടോ? ഉണ്ട്. ശരിയാ, കുറച്ച് തിരക്ക് കൂടി. പക്ഷെ നമുക്കവിടെ പാർക്കിംഗ് സ്പേസ് ഒന്നും ഇപ്പം കിട്ടുന്നില്ല. അത് വെച്ച് ഞാൻ പറഞ്ഞാ എങ്ങനെ ഇത്രയും തിരക്ക് കൂടിയെന്ന്. ലെഫ്റ്റിലോട്ടാ? അങ്ങനെ നമ്മൾ ഈ ലെഫ്റ്റ്, ഇതാണ് ഡൗൺ ടൗൺ റാവൻസ്ബർഗിൻ്റെ. നല്ല രസമാണ്. മോസ്റ്റ്ലി ഇവിടെ വാക്കിംഗ് സ്ട്രീറ്റ് ഒത്തിരി ഉണ്ട്. ഇതൊക്കെ വാക്കിംഗ് സ്ട്രീറ്റ്, പക്ക യൂറോപ്യൻ സ്റ്റൈൽ. നമ്മളിവിടെ വലിച്ച് നിർത്തി ഒതുക്കും. ആ, ഓ മൈ ഗാഡ്, ഒരു ചെറിയ വഴിയിൽ ആന വണ്ടി വരുന്നു ഗൈസ്. ഇതാണ് മറിയം പ്ലാറ്റ്സ്. ഇവരെന്തായാലും വഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ 2 വണ്ടി തട്ടിമുട്ടിയും പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും മിക്കവാറും എല്ലാ യൂറോപ്യൻ ഡൗൺ ടൗണിലെയും വഴികൾ. 20 കിലോമീറ്ററോ 30 കിലോമീറ്റർ സ്പീഡിൽ പൊക്കോണം പതുക്കെ.
പാഞ്ഞുള്ള പോക്കൊക്കെ ഇവിടെ നോട്ട് അലൗഡ്. ദേ ആ അമ്മച്ചി മോളും വരുന്നു, നമ്മളവിടെ നിന്ന് കൊടുക്കുന്നു. അവർ ക്രോസ് ചെയ്തോ? ആ ഇവർ പോകുന്നില്ല, അപ്പം പറ്റത്തില്ല അല്ലേ? നമ്മൾ നേരെ പോയിട്ട് ലെഫ്റ്റ്. ഓക്കെ, ഞങ്ങൾ ഇവിടോട്ട് വന്നത് ഡൗൺ ടൗണിലോട്ട് വന്നത് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് വരെ വന്നതാണ്. ചക്കുവിന് അവിടെ ഒന്ന് കയറണമായിരുന്നു, അങ്ങനെ അവൻ അങ്ങോട്ട് പോയി. ഇവിടെ ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് പാർക്കിംഗ് ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചാർജ് ചെയ്യും. 10 മിനിറ്റ് ഫ്രീ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിർത്തിയതാണ്. മറിയൻ പ്ലാറ്റ്സിൻ്റെ ഒരു സ്ട്രീറ്റിൽ. അപ്പം അവനിപ്പം ബാങ്കിൽ പോയിട്ട് ഇപ്പം തിരിച്ചു വരും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യും. ഇതാണ് റാവൻസ്ബർഗിൻ്റെ ഡൗൺ ടൗൺ. നമ്മുടെ അവിടുത്തെ റിയാദിൽ ബെത്തെന്നൊക്കെ പറഞ്ഞ മാതിരി ഉള്ളൊരു സ്ഥലം. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് അതീവ ബ്യൂട്ടിഫുള്ളാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് സൈലൻറ്റ്, വെരി ബ്യൂട്ടിഫുൾ. രണ്ട് സ്റ്റൈൽ ഓഫ് ലൈഫ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പേരിന് പറയാം ഡൗൺ ടൗൺ എന്ന് പറയുമ്പം ബെത്ത പോലെ ആണെന്ന്. പക്ഷേ ഇത് വേറെ ലെവൽ. ആ ലൈഫ് സ്റ്റൈലിൻ്റെ ഡിഫറൻസ് ആണ്. അവിടെ ഒരു സബ്വേ ഉണ്ട്. നമ്മൾ മിക്കവാറും അവിടെ ഒന്ന് ഫുഡ് മേടിക്കാറാണ് നേരത്തെ ആ സബ്വേയിൽ. യൂറോപ്യൻസിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലൈമറ്റ് ആണ്. കാരണം വെയിലും അത്യാവശ്യം ഇളം ചൂടും പിന്നെ ഈവനിങ്ങിലൊക്കെ നല്ല തണുപ്പും. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം ഇവിടെ ഉള്ളവർ നോർമൽ ഡ്രസ്സ് ഇട്ട് തന്നെ അല്ല ഇതുവഴി പോകുന്നത്. അവർ മിക്കവാറും ജാക്കറ്റ് കയ്യിലെടുക്കും. കാര്യം വെച്ചാൽ എപ്പോഴാണ് ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റിൻ്റെ ഇത് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ രാവിലെ ജാക്കറ്റിൻ്റെ ആവശ്യമില്ല. ബട്ട് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ജാക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. കാര്യം തണുപ്പൊരു 8 ഡിഗ്രിയിലോട്ടൊക്കെ ഇറങ്ങി വരും. അങ്ങനൊരു വിഷയമുണ്ട്. ബാങ്കിൽ പോയിട്ട് ചക്കു എത്തുന്നു. പത്ത് മിനിറ്റേ എഴുതുള്ളൂ. ദാണ്ട് ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ട് വണ്ടിയാണ്. ചക്കു നേരത്തെ താമസിച്ചിരുന്ന ഈ ഒരു ഏരിയയിലാണ്. നമ്മൾ ആ ബാങ്കിൽ നിന്ന് വന്നിട്ട് മുന്നോട്ട് വന്ന് ഫസ്റ്റ് റൈറ്റ് എടുത്ത് മുന്നോട്ട് വരുമ്പോൾ ഉള്ള ഗല്ലിയില്ല. ഈ റൈറ്റ്. പത്തര പോകുന്ന ഇനി എന്ത് പതുക്കെ ഇതിനും താഴെ എന്നാ ഇറക്കി വലിക്കേണ്ടി വരും ഞാൻ. സൈക്കിളുകാരൊക്കെ അങ്ങ് പറക്കുവോ? എവിടെ? ഈ മെട്രോ ഇതിന്റെ അകത്തോട്ട് ഇവിടുന്ന് റൈറ്റ് കയറാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന മെട്രോ ഗാസ്ട്രോ എന്ന് പറഞ്ഞൊരു ഷോപ്പിലോട്ടാണ്. ഇതെന്താണ്? ആ, ഇത് മുഴുവൻ ചാർജിങ് സ്റ്റേഷനാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാവുന്ന. ഓക്കെ. ഈ വണ്ടി നമ്മളിപ്പോൾ ഓടിക്കുന്ന ഈ വണ്ടിയുടെ ഗിയർ ബോക്സ് ആണ് ഇത്. ഇതെല്ലാം സ്വിച്ചാണ്. ഇപ്പം ന്യൂട്രൽ ഇവിടെ അടിക്കണം. നമുക്ക് പാർക്കിങ്ങിൽ പോകണം ഇവിടെ ഇടണം. റിവേഴ്സ് അടിക്കണം ഇങ്ങനെ അടിക്കണം. പാർക്കിങ്ങിൽ പോകണം ഇത് അടിക്കണം. ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടിക്കണം. ദാറ്റ്സ് ഇറ്റ്. ഇത് വന്നിട്ട് ഹാൻഡ് ബ്രേക്കും. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ മെട്രോ എന്ന് പറയുന്ന ഈ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ US-ലും കാനഡയിലും ഒക്കെ ഉള്ള കോസ്കോ എന്ന് പറയുന്ന സെയിം കൺസെപ്റ്റാണ്. അതായത് നമുക്ക് ഹോൾസെയിലായിട്ട് സാധനം മേടിച്ചുകൊണ്ട് പോകാം. വില കുറവായിരിക്കും മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിലും. ഇത് കണ്ട് ആൾക്കാർ ഓരോ ഫാമിലികൾ അവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഇവിടെ നിന്നാണ് വന്ന് ലോഡ് കണക്കിന് മേടിച്ചുകൊണ്ട് വന്നത്. ഈ ട്രോളിയിലിരിക്കുന്ന ഒരു ഫാമിലി മേടിച്ച സാധനമാണ്. എനിക്ക് തോന്നുന്നു ചക്കുവിന് ഇതുവരെ ഇത് അറിയില്ലായെന്ന് തോന്നുന്നു. അവന് ഇപ്പോഴാണിത് അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന്. നമുക്ക് ഒരു മാസത്തേക്കുള്ള എല്ലാ ഫുഡും വളരെ ബഡ്ജറ്റ് വിലയിൽ ഇവിടുന്ന് മേടിച്ചിട്ട് നമുക്ക് പോകാം മെട്രോയിൽ നിന്ന്.
കണ്ടില്ലേ? ഈ ഫാമിലി വന്നിട്ട് മേടിച്ചോണ്ട് പോകുന്നുണ്ട്. ലോഡ് കണക്കിന് സാധനമല്ലേ മേടിക്കുന്നത്. നമ്മൾ മെട്രോയിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ പാസ് എടുക്കണം. കാര്യം ഇവിടെ അത് സ്കാൻ ചെയ്തിട്ടാണ് ആൾക്കാർ അകത്തോട്ട് കയറുന്നത്. അതായത് ഇതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് തോന്നുന്നു കയറുന്നത്. ഇവിടെ സ്കാൻ ചെയ്താണ് അവർ, ആ പുള്ളിക്കാർ. കണ്ട അകത്തൊരു വെയർ ഹൗസ് പോലെയല്ലേ സിസ്റ്റം. കണ്ടോ, സ്കാൻ ആൻഡ് ഗോ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചക്കു ഇപ്പോൾ വന്നിട്ട് രജിസ്റ്റർ ചെയ്യുവാണ്. ഇനി ഒന്നുള്ളി ഫാമിലിക്ക് പറ്റത്തുള്ളൂ ഇവിടെ കയറാൻ. ഓ, ഇവിടെ വന്നിട്ട് ബിസിനസ്സുകാർക്ക് മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ഐഡിയൽ ബിസിനസ് വേണം, എന്നാൽ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റൂ. നോർമൽ ഫാമിലിക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല. നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ പക്ഷേ വെളിയിലൊരു 35 യൂറോ കൊടുക്കേണ്ട ഒരു ലിൻ ചോക്ലേറ്റിന് ഇവിടെ 9 യൂറോയേ ഉള്ളൂ. ഭയങ്കര വില വ്യത്യാസമാണ് ഇതിനകത്ത്, ഭയങ്കര വില വ്യത്യാസം. നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് അല്ലേ എടുക്കുന്നത്? ഓക്കെ. ഇതെന്താടാ, ഇതൊരു വലിയ കോട്ട പോലെ കാണുന്നത്? മറിയം ബ്രാഡ്സിൻ്റെ അല്ലേ? ഇപ്പം ഞങ്ങൾ തീരുമാനിച്ച് നമുക്ക് നേരെ ഇവിടുത്തെ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്യാം. ആ ഗ്രാമഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് വണ്ടിയിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാം. അങ്ങനെ നമ്മൾ ഗ്രാമങ്ങളിലോട്ട് പോവാണ്. മക്കളെ, ജർമ്മൻ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര. ഇവിടെ 70 കിലോമീറ്റർ സ്പീഡാണ് ഈ റോഡിന് ഇവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പോകുന്നത് ഇപ്പം 48-50. കാരണം ഇതുപോലെ മനോഹരമായ ഗ്രാമങ്ങളിലൂടെ പതുക്കെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഭൂപ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുക. നമ്മളിവിടെ ഓൺ ദ വേയിൽ വരുമ്പോൾ ഒരു എടക്കയിൽ കയറി. കണ്ടോ, സ്വിസ് ബ്രൗൺ പോലത്തെ ജർമ്മൻ ബ്രൗൺസ് നിൽപ്പുണ്ട് ഇവിടെ. ലെവല് എന്താ രസമാണ് കാണാൻ. ഓ, അവിടെ ഇഷ്ടം പോലെ. പക്ഷെ ആപ്പിളിന്റെ സീസൺ അല്ല ഇതിപ്പോ. ഇപ്പൊ സീസണാ. പക്ഷെ ഇപ്പൊ ആപ്പിള് ഇവിടെ ഒന്നും വഴി കാണുന്നില്ല, തോട്ടങ്ങള്. അങ്ങനെ പോയാൽ കാണാം അല്ലേ? ഗൈസ്, നമ്മള് സ്ട്രോബെറി ഫാം തപ്പിയൊക്കെ ഇങ്ങനെ നടക്കുക ഇതുവഴി. നമ്മളിവിടെ നിന്ന് ചിക്കൻ, ഇതെന്താ സാധനം? ചിക്കൻ സ്നിറ്റ്സൽ. പിന്നെ ചിക്കൻ സ്നേസൽസും പിന്നെ ഗ്രിൽ ചിക്കനുമാണ് നമ്മളിപ്പോൾ വാങ്ങുന്നത്. നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറിയതാണ്. നമ്മളങ്ങനെ ലഞ്ചെല്ലാം കഴിച്ചു. ഇതൊരു പക്ക ജർമ്മൻ റെസ്റ്റോറൻ്റാണ്. ഇവിടെ നമ്മളല്ലാതെ വേറെ ഒറ്റ ആൾക്കാരില്ല, അതർ വിദേശികളൊന്നും. എല്ലാം ജർമ്മൻസാണ്, മൊത്തം ജർമ്മൻ. അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലെ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്നായിരുന്നു ഇവിടെ, പക്ഷെ നമ്മളിവിടെ നിന്ന് കഴിച്ചില്ലായിരുന്നു, നമ്മളങ്ങ് പോയി. അപ്പോൾ നമ്മൾ ഓൺ ദ വേ വന്നപ്പോൾ രണ്ടാമത് ഈ റെസ്റ്റോറൻറ്റ് കയറിയതാണ്.
നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചതിന് ഓരോരുത്തർ ഓരോ ഡിഷ് എടുത്ത് ഫുഡ് കഴിച്ചതിനും കോഫി കൂടെ നമുക്ക് നിയർ അബൌട്ട് 22 യൂറോ ആയി. 22 യൂറോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇത് കണക്കനുസരിച്ച് നിയർ അബൌട്ട് 100 റിയാൽ. ഇത് ഏറ്റവും മിനിമൈസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് കഴിച്ചാണ്. അല്ല മറ്റേ ഇവിടെ പിന്നെ ഇരിക്കണം അത്ര നേരം. എന്നാ ഓക്കെ ഓക്കെ എന്നാ 114 റിയാലായി. 112 റിയാലായി. ചെറിയ രീതിയിലൊരു ലഞ്ച് കഴിച്ചതിനാണ് 115 റിയാലായത്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ആലോചിക്കുക. അപ്പം ഇവിടുത്തെ ആ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫുഡിന് വെരി ഹൈ ആണ്. ഇത് ജർമ്മനിയിൽ ഇങ്ങനെ ആണെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ ഇതൊരു 145 റിയാൽ ആവും നമ്മൾ ഈ ഒരു 3 ഡിഷ് കഴിച്ചതിന്. ഇത് വലിയ സംഭവമല്ല, വളരെ ചെറിയ ഡിഷാണ് കഴിച്ചത്. അറ്റ്ലീസ്റ്റ് നമുക്ക് സ്റ്റൊമക്ക് ഫുള്ളാവും, അത്രയേ ഉള്ളൂ. അതിന് ആണ് ഈ വില. അപ്പം നമ്മൾ കുറേ വലിയ ഡിഷൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഗോയിങ് മോർ ദാൻ ലൈക്ക് ഒരു 45 to 70 യൂറോ വരും. അതായത് ഒരു 300 റിയാലൊക്കെ വരും ഒരു നേരത്തെ ഫുഡിന്. ഇവിടെ ഉള്ളവരെ സംബന്ധിച്ച് അത് ഓക്കെയാണ്, കാരണം അവരുടെ പേയ്മെൻറ്റും അതുപോലെ ഹൈ ആണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടുന്ന് ഇവിടുന്ന് റൈറ്റ്. പോകാൻ പറ്റുമോ? ചെറിയ റോഡാണല്ലോ ഇവരെ വലിച്ച് കീഴ്ച ഇങ്ങ് വന്നേക്കുക. അറാൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പെട്രോൾ കമ്പനിയാണ്. അറാൽ നമ്മുടെ ഭാരത് പെട്രോളിയം എന്നൊക്കെ പറഞ്ഞ മാതിരി, അഡ്നോക്ക് അങ്ങനെയൊക്കെ അറാൽ. നമ്മൾ അങ്ങനെ ആ കാട് ലക്ഷ്യമാക്കി പോയ പ്ലേസിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഈ കാട്ടിനകത്തൂടെയുള്ള നമ്മുടെ ഡ്രൈവായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് വന്നത്. ആ ഒരു സ്പോട്ടിൽ നമ്മളിപ്പോൾ എത്തി. 2 സൈഡിലും അത്യാവശ്യം നിബിഡമായ കാട്. നമ്മൾ അതിനകത്തൂടെ ഇപ്പം ഡ്രൈവ് ചെയ്യുവാണ്. ഇങ്ങനത്തെ ഒരു കാട് വൈബല്ലേ, നമുക്ക് ഇതുവഴി വൈൻഗാർട്ടനിൽ എത്താം. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ വൈൻഗാർട്ടൻ. നേരത്തെ നമ്മൾ പോയിട്ടുണ്ടല്ലേ. ഗ്രാമങ്ങളിലെ കടകളൊക്കെ ഉണ്ടോ? യെസ്, ഇവിടെ ഒരു കോഴിയുണ്ട്. അത് മുട്ട വെക്കുന്ന കടയാ അല്ലേ? ഇവിടെ 60. ആ ഇത്രയും കയറ്റമാ കയറുന്നേ. ഏയ് ഹോൺ അടിച്ച ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. ആ അങ്ങനെ അടിക്കും. നമ്മൾ 60 50 55 പോവാണേൽ അടിക്കില്ല. ഇവർക്ക് കുറേ കൂടെ ഭയങ്കരമായ ഡ്രൈവിംഗ് സെൻസും ഇതൊക്കെ ഉള്ളവരാ ജർമ്മൻസ് അല്ലേ? ആ ഹൈക്കിംഗ് ട്രെയിലൊക്കെ കാണുമായിരിക്കും. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൊടും കാട്ടിൽ കൂടെയാണ് ഇപ്പം യാത്ര ചെയ്യുന്നത്. പക്ഷെ റോഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പെർഫെക്റ്റ് ആണ്. ഇവിടൊക്കെ ഐസ് നല്ലോണം ഫോം ആകുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. നല്ല ഈ കുറ്റി വെച്ചിരിക്കുന്നുണ്ടോ? ഈ കുറ്റി വഴിയിലുള്ള അത് റിഫ്ലക്ടറാണോ? അത് റിഫ്ലക്ടറാണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയല്ലേ ഐസ് കുറ്റിയും വെക്കുക? വ്യത്യാസമുണ്ടല്ലേ? ഈ കാണുന്നല്ലേ ആ ബസിലേക്ക? നേരെ പോ അല്ലേ? ലെഫ്റ്റോ? അത് വീഡിയോ കിട്ടിയില്ല. അതിനു വേണ്ടിയാ ആദ്യത്തെ ചോദ്യം.
ഇപ്പൊ അറിയില്ല വീഡിയോയിലാണോ എങ്ങോട്ട് ലെഫ്റ്റ് അല്ലേ? വീഡിയോയിലാണോ ശരിക്കും എന്നെ നിങ്ങൾക്ക് ഭയമാണ്. ഒരു വ്ളോഗറെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലിയ വിജയം. അതെ, അല്ല കാരണം ഞാൻ വീഡിയോയിലാണോ അതോ നോർമലായിട്ടാണോ ചോദിക്കുന്നതെന്ന് ഗൈസ് ഇവർക്കറിയില്ല. ഈ റൈറ്റിൽ കാണുന്നതാണ് നമ്മളുടെ കോഫ്ലാൻഡ് എന്ന് പറയുന്ന ഇവിടുത്തെ ഫേമസ് ലുലു. നമ്മളങ്ങനെ ഒരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു റോഡിൽ കൂടെ വളരെ സ്ലോയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, അപ്പൂമാരെല്ലാം കൂടെ ബിയറൊക്കെ അടിച്ച് എൻജോയ് ചെയ്തിരിക്കുന്നുണ്ടോ? സംഭവം നോക്കാം അവിടെ സ്ഥലമുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് നമുക്ക് വരാം അല്ലേ? ധൃതിയൊന്നുമില്ല. ഇതാ കിരണിന്റെ പാർക്കിംഗ്. ഈ ഇറക്കം കണ്ടോ? അവിടെ ഇതിലോട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 6 മണി വരെ ഉള്ളത് ഇട്ടു. അങ്ങനെ ടോക്കൺ എടുത്തു. ചെറിയ ഒരു പൈസയൊന്നും പോകത്തില്ല. അത് അതിനകത്തോട്ട് പോയതാ. കൊണ്ടോ? ഓക്കെ. നമ്മളങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടു. അതിന് ശേഷം ഇത് നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള ഒരു പാർക്കിംഗ് സോണാണ്. അവിടെ കൊണ്ടിട്ടു വണ്ടി. 1 മണിക്കൂറിന് €1 ഇവിടെ. ഓക്കെ. അങ്ങനെ ഇവിടെ കൊണ്ടിട്ടു. അതിന് ശേഷം നമ്മൾ ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് പോവുകയാണ് ബൈ വോക്ക്. ഇവിടുന്ന് ഒരു 2 മിനിറ്റ് വോക്ക് നമുക്ക് വീട്ടിൽ ചെല്ലാം. ക്ലോസ് ചെയ്യട്ടെ? നമ്മളങ്ങനെ വാങ്കനും അങ്ങനെ അവിടെ എല്ലാം കറങ്ങി ആ കാടൊക്കെ കറങ്ങി കണ്ട് ആ ചുറ്റുവട്ടമൊക്കെ കണ്ട് നമ്മൾ തിരികെ വന്നു. അവിടെ നിർത്തിയല്ലേ, ഒന്ന് റിവേഴ്സ് എടുത്ത് പോവാം. ഇവിടെയൊക്കെ കറങ്ങുന്നുണ്ട് പോലീസ്. അണ്ണൻ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുവാന്ന് തോന്നുന്നു. സൈക്കിളിൽ വരുന്നതിനെല്ലാം നിർത്തി ഫൈൻ എടുക്കും. ആണോ? 35 വെച്ചത്. ആണോ? ഓടിക്കാൻ പാടില്ല. ആണോ? എന്തെങ്കിലും സീൻ കൊടുക്കുകയാണെന്നുണ്ടായിരിക്കും, കള്ളനോ. ആണോ? ഓ, അങ്ങനെ വന്നായിരിക്കും. ഗൈസ്, നമ്മുടെ ഇവിടെ പോലീസ് വന്നിട്ടുണ്ട് ഗൈസ്. കണ്ടോ? ജർമ്മൻ പോലീസ്. ഒരാണും ഉണ്ടായിരുന്നു, ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അകത്തോട്ട് കയറി പോയിട്ടുണ്ട്. ഭയങ്കര സാധനങ്ങളാണ്. അന്ന് തന്നെ ഞാൻ അവിടെ നിന്നപ്പോൾ എന്നെ ആ പാർക്കിംഗ് വെച്ചിട്ട് ഞാൻ ബെൽറ്റ് ഓണായി ഇരുന്നപ്പോഴത്തേക്ക് എന്നോട് വന്നിട്ട് തട്ടിയിട്ട് പറഞ്ഞു ഒരാണ്. യു ഹാവ് ടു പുട്ട് ദ ബെൽറ്റ് എന്ന്. ഈ സമ്മർ ആയതുകൊണ്ട് ജർമ്മൻസ് എല്ലാം വെയിലത്ത് വന്ന് നിൽപ്പുണ്ട്. കണ്ടില്ലേ? എല്ലാ പ്ലേസുകളിലും ആൾക്കാർ ബിയറൊക്കെ അടിച്ചും ഐസ്ക്രീമൊക്കെ കഴിച്ചും ഒക്കെ നിൽപ്പുണ്ട്. ഓ, അവരിവിടെ ഫ്രിക്സിൽ കോഫി മേടിക്കാൻ വേണ്ടി കയറിയതാ. പോയ പോക്ക് കണ്ടുമ്പോൾ എന്തോ കലിപ്പാണെന്ന് തോന്നി. അല്ല, ഈ കട വന്നാ നമ്മൾ ഈ കാലിക്കുപ്പികളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്. അവർ അതിനകത്ത് നിന്നൊരു പൈസ തരും, അതിനകത്ത് നിന്നൊരു ടോക്കൺ കിട്ടും. അത് നമുക്കിവിടെ റീഫണ്ട് ചെയ്യാം. ഇവരാദ്യം നമ്മുടെ അക്കൗണ്ടിൽ പിടിക്കുക പൈസ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതല്ലേ മേടിച്ചേ? അല്ലല്ല, പിന്നെ അതന്നെ ഇത് പാഷൻ ഫ്രൂട്ടാ. ഇതെടുത്ത് ഇത് ടേസ്റ്റ് ഇല്ലായിരുന്നോ? ഇതൊക്കെ മിക്സർ. ഇതൊക്കെ 8% ഉള്ളൂ. എന്താ 8% ആൽക്കഹോളാ? അത് ആൽക്കഹോൾ ഇല്ലാത്തതാടാ വേണ്ടത്. ഇവിടെ പല എക്സ്പെൻസീവായ ലിക്കേഴ്സും എല്ലാം ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കും. ഇത് നേരത്തെ ഇങ്ങനെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അവർ ലോക്ക് ചെയ്ത് വെക്കും. പണ്ട് ഇത്ര ഇല്ലായിരുന്നടാ. ഇത് യുവമാർ എന്ത് ചെയ്യുക, സാഹിബുമാർ ഇവിടെ വന്നിട്ട് ഇത് പൊട്ടിച്ചിട്ട് അടിക്കുക, എന്നിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് പോകും. കാര്യം ഇതിന് €22.
ഈ ചെറിയൊരു കുപ്പിക്ക്. ഇതിന് 33 യൂറോ. ഇതുപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഷാമ്പെയിനൊക്കെ ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് തുറക്കാതിരിക്കും. ഇത് ക്യാഷ് കൗണ്ടർ ചെല്ലുമ്പോൾ അവർ തുറക്കുന്നത്. ഇതെല്ലാം അങ്ങനത്തെയാണ്. വില കുറഞ്ഞ 8 യൂറോയുടെ ഒക്കെ സാധനമാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഓപ്പണാണ്, കുഴപ്പമൊന്നുമില്ല. അല്ലാത്തൊക്കെ അവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇതൊക്കെ ലോ ബഡ്ജറ്റ്, അതായത് 10 യൂറോയുടെ താഴെയാണ്. അതൊക്കെ ഓക്കെയാണ്. 360 എന്ന് പറഞ്ഞൊരു വോഡ്ക ഉണ്ടോ? എന്ത് വലിയ കുപ്പിയായത്. നമ്മളങ്ങനെ കോഫ്ലൻഡിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.